എങ്ങനെ കാണിക്കണേ മുട്ടയുടെ മര്യാദക്ക് ഇവനെന്തേ വേദന കടയില നനച്ചിട്ട് കടയില വിൽക്കും. നോക്കിക്കേ ഓരോ ഇലയും എത്ര വലുതായിട്ടാ വന്നിരിക്കണേന്നുള്ളത് ഞാൻ കൈ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അണ്ട ഇന്നൊരു വലിയൊരു കാര്യം നടക്കാൻ പോവാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫാമില് ആദ്യത്തെ ഹാർവെസ്റ്റ് നടക്കാൻ പോവാണ്. അപ്പൊ നേരത്തെ വീഡിയോസിൽ കണ്ട എല്ലാവർക്കും അറിയാം, കണ്ട എല്ലാവർക്കും അറിയാം നമ്മള് ഫാമില് ചീര ചെയ്യുന്നുണ്ട്, കുക്കുംബർ ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഫിഷും നമ്മൾ ചെയ്യുന്നുണ്ട്. ചീര നല്ല പാകമായിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നമുക്കൊന്ന് തുടങ്ങാം. അപ്പൊ നമ്മള് ഹാർവെസ്റ്റിന് മുൻപ് വിളവെടുപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചീര ആദ്യം നനച്ചു കൊടുക്കാണ് കേട്ടോ. എന്നാലും നമ്മള് പറിക്കുമ്പോ ഈസി ആയിട്ട് കട പോരത്തുള്ളൂ. നനയ്ക്കാം. അവന്റെ സ്ഥിരം പരിപാടി നനയ്ക്കാൻ പോകും. നമ്മള് ചീര വളത്തിന്റെ ഒപ്പം തന്നെ രീരിക്കൂട്ടിന് ഇവിടെ പുല്ല് വളർത്തുന്നുണ്ട്. അവനോട് പുല്ല് പറിക്കാൻ പറഞ്ഞ ജന്മത്തെ പുല്ല് പറിക്കത്തില്ല അവൻ. പശുക്കൾക്ക് വേണ്ടി. പശുക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന്. നോക്കിക്കേ ഓരോ ഇലയും എത്ര വലുതായിട്ടാ വന്നിരിക്കണേന്നുള്ളത് ഞാൻ കൈ വെച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഓരോ ഇലയും നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതും നല്ല എനിക്ക് തോന്നുന്നു എന്റെ മുട്ടിന്റെ അളവ് വന്നിട്ടുണ്ട്. കണ്ടോ എന്റെ മുട്ട് വരെ വന്നിട്ടുണ്ടേ. അപ്പൊ രീരിക്കുട്ടിന് അവിടെ വെള്ളം നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളില് നനച്ചോ? കുളിപ്പാട്ടും കുളിപ്പാട്ടും. കടയില് കടയില നനച്ചിട്ട് കടയില വിൽക്കും. എന്റെ അമ്മോ ഒന്നും കൂടെ പറഞ്ഞ അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറ. കടയില നനച്ചിട്ട് കടയില വിൽക്കും. അത് കട ഉള്ളേ പോകാൻ പറ്റില്ല. കടയില് മടിയോ മടിയെന്ന് വെച്ചെന്നെ ചെല്ലപ്പേരില്ലേ അങ്ങളുടെ അവനെ വിളിക്കുന്ന ചെല്ലപ്പേരാണെന്നും പറഞ്ഞോണ്ടിരിക്കണ മടിയെന്നും പറഞ്ഞോണ്ട്. അങ്ങളെ അവനെ പറ്റി എന്താ അഭിപ്രായം? അവൻ നല്ല സ്മാർട്ട് പയ്യനാ. കാരണം ഇത്രയൊക്കെ ആയില്ല അവൻ. ആദ്യം ഒരു ദിങ്ങനെ എടുത്ത ഒരു പുല്ല് പറിക്കണമെങ്കിൽ 1 മണിക്കൂർ. ഇപ്പൊ അവന് 10 മിനിറ്റ് വേണ്ട. 10 മിനിറ്റ് വേണ്ട ഒരു പുല്ല് പറിക്കാൻ. 1 മണിക്കൂർ വേണമെന്ന് ഒരു പുല്ല് പറിക്കാനായിട്ട്. ഇപ്പൊ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതി. ഇതാണ് ചീര. ദീ കളറ് വന്നം. ഇതേ ഈ കളറ് നല്ല വളമുള്ള ചീരയുടെ എന്നിട്ടാണ്. നല്ല വളമുള്ള ചീരയുടെ ലക്ഷണമാണ് അല്ലേ? മുഴുവനും പറിക്കാം അല്ലേ? പൂത്തത് ഞാൻ വീട്ടിൽ കൊണ്ടുപോക്കോളാം. കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഇതിന്റെ എല്ലാ കാര്യങ്ങളും A to Z എനിക്ക് എല്ലാം പറഞ്ഞു തന്നത് അങ്കിളാണ് കേട്ടോ. അപ്പൊ പറഞ്ഞു തരുന്നത് മാത്രല്ല, എനിക്ക് എന്ത് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്കിള് വന്ന് നിന്ന് നമുക്ക് ചെയ്ത് പഠിപ്പിച്ചു തരും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കോഴ്സ് ഇതിനെപ്പറ്റി പഠിച്ചാലും ചിലപ്പോ ഇതുപോലൊരു പഠിത്തം, ഇതുപോലൊരു ഭാഗ്യം അതാണ് പ്രാക്ടിക്കലി നമ്മൾ പഠിപ്പിച്ചു തരാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യല്ലേ. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാണ്, തിയറിക്കലി നമ്മൾ കേൾക്കാണ്. അതെ അതാണ്. ഇപ്പൊ കൊറേ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങളെ. അപ്പൊ ഞാൻ പറയായിരുന്നു ആ കോഴ്സിനെക്കാട്ടിയും വലിയൊരു ഇതൊക്കെ നമ്മളെ എന്റെ ചീര എവിടെ നോക്കിക്കോ, കൊറേ ഒരു 2 ആഴ്ച കഴിയുമ്പോ അവിടെ ഭയങ്കരമായിരിക്കും. 2 ആഴ്ച കഴിയുമ്പോ ഞാൻ വരും. 2 ആഴ്ച ചീര നമ്മ ആദ്യം വാരം കിളച്ച് അതിൻ്റെ അകത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വിത്ത് പാവി അത് കഴിഞ്ഞിട്ട് വിത്ത് മുളച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗോമൂത്രം മറ്റും കൊടുത്ത് ഈ ചീര ഇത്രയൊക്കെ ആക്കി. ഇപ്പൊ ചീര എന്ന് പറയാൻ മനുഷ്യനെ
ഈ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ കറികൾക്ക് ഇലക്കറികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അതെ. ചീരയാണ്. തോരൻ ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കല്ലേ, ഒഴിച്ചുകറി. ഇതിന്റെ ഗുണങ്ങളാണ്. ആ, ഒരു ചീര നമ്മൾ കണ്ണ് എല്ലാം നമ്മൾക്കും എല്ലാത്തിനും വളരെ എല്ലാത്തിനും നല്ലതാ. ഏറ്റവും നല്ല ചീരയാണ്. ഇതിങ്ങനെ പിടിച്ച് പറിച്ചാൽ മതി കേട്ടോ. കടയിലെ ആ അങ്കിളെ, കടയമ അമ്മ ചേർത്ത് പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് പറിച്ചാൽ വെറുതെ പറിച്ചാൽ പോരും. ഇങ്ങനെ ഇങ്ങനെ കേട്ടാ, ഇങ്ങനെയല്ല, ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും പൊടിയരുതേ. കട പൊക്കിയാൽ മതി, വെറുതെ പൊക്കിയാൽ മതി. വലുത് വലുത് വലുത്. ആ. കടയിന്ന് കടയിന്ന് അതൊക്കെ കടയിൽ. അറിയാം, അതൊക്കെ അറിയാലോ. ആ പോട്ടെ. ഇത് പറിക്കണമാരെടുത്തോ, ആങ്ങളെ ഇത് പറിക്കണമാരെടുത്തോ. ആ. മണ്ണ് കൊട്ടിക്കള കേട്ടോ, മണ്ണ് കൊട്ടിക്കള. മണ്ണ് കൊട്ടിക്കളയണേ. മണ്ണ് കൊട്ടറ ഇതിങ്ങനെ എടുത്ത് കാണിക്കും മണ്ണ് കണ്ട. ചെറുതുങ്ങളും പറിക്കണ്ട. എന്താ ഇങ്ങനെ കാണിക്കണേ? മുട്ടയുടെ മര്യാദക്ക് ഇവനല്ലേ വേദന ഇതേപോലെ കാണിക്ക്. എന്റെ പൊന്നേ, കട പിടിക്ക്. നിന്നെ നേരെ കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതെടുത്തോ, ഏതാങ്ങളെ പറിച്ചു വെച്ചാൽ എന്താണ് അത് പറിക്കാനായിട്ട് തോന്നിക്കും. നിന്നെ ഞാൻ അടിക്കും. എടാ നീ വെള്ളം എടുത്തിട്ടുമ്പോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റന്റെ ദൈവമോ. അങ്ങളെന്നൊരു 6:30 മണിക്ക് ആരോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ചീര വേണോന്നും പറഞ്ഞോണ്ട്. ഇവിടെ വരുന്ന നമുക്ക് പറിച്ചു കൊടുക്കാലോ. നീ കഴിക്കോ. എടാ നീ 10 മിനിറ്റ് അവിടെ ഇരുന്നാൽ ഒരു ഈ ചീരമ്പ് വെച്ചോണ്ട് ശരിക്ക് കെട്ടായിട്ട് നിനക്ക് ഇരിക്കാൻ പറ്റുമോ അവിടെ? ഒരു അറിയാം എന്താ കീര വെച്ചിട്ട് அப்படிங்கிறாங்க. ഇരിക്കാന്ന് നല്ല കാര്യമുള്ളൂ. കച്ചവടം ഒന്ന് അവിടെ വെച്ചെടുക്കട്ടെ. ചേച്ചി പാർക്കെന്ന് തോന്നുന്നു. ചേച്ചി നമുക്കിപ്പോ തൂക്കം പറയാൻ പറ്റും. എന്തോരം തൂക്കം പറയാൻ മാറ്റി വെച്ചാൽ തൂക്കം പറയാൻ പറ്റും. അങ്കിളിന്റെ ഡീലാണ് കേട്ടോ. അതായത് ഇതങ്ങനെ അങ്കിൾ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു ഇത് 500 ഗ്രാം ഉണ്ടാവും, ഇത് ഒരു പിടി 30 രൂപ, അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ പോണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ 500 ഗ്രാം ഉണ്ടാവും എന്ന് പറയണേ. നോക്കിക്കോ, ഇപ്പൊ ത്രാസ് എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ തീരിക്കൂട്ടം പോയിട്ടുണ്ട് കേട്ടോ. വരുമ്പത്തേനും ചോദിച്ചു നമുക്ക് വെച്ച് നോക്കാം ഇത് കറക്റ്റ് ആയിരിക്കും എന്റെ തോന്നുന്നതെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം കേട്ടോ. ഇത് മാറ്റി വെച്ചേക്കാനാ പറഞ്ഞേക്കണെങ്കിലേ നമുക്ക് മാറ്റി വെക്കാം. നമ്മളിപ്പോ കുക്കുമ്പറും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന്റെ പരിപാടി എവിടം വരെ ആയി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വന്നേ. കണ്ടോ, ഭയങ്കര സന്തോഷാട്ടോ ഇങ്ങനെ കാണുമ്പോ. അതൊക്കെ കൊറേ ഉണ്ടായി കിടപ്പുണ്ട് താഴെ, കണ്ടോ എന്തോരാ നോക്ക്. ഈ ഏരിയ കംപ്ലീറ്റ് നമ്മൾ കുക്കുമ്പർ ഇട്ടിട്ടുണ്ട്, ആ ഏരിയ ചീര, അങ്ങനെയാണ് കേട്ടോ. ഇതിഞ്ഞിപ്പോ അപ്പുറത്തെ ഈ പൊട്ടുവളര് നട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് അതിനോട് നനക്കാനൊക്കെ പറഞ്ഞു. ആ അപ്പുറത്ത് നമ്മള് പൊട്ടുവളരി. അയ്യോ അത് അങ്കിളിന്റെ കൈ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ. അങ്കിള് വിത്ത് നേരിട്ട് മണ്ണിൽ നട്ടതാണ്, അത് മുളച്ചു വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. പൊട്ടുവെള്ളരിയുടെ വിത്താ നമ്മൾ നട്ടതേ. ഇതുകൊണ്ട് അങ്കിള് നേരിട്ട് നട്ട ഇത് പൊട്ടുവെള്ളരിയുടെ വിത്താട്ടോ ഈ വന്ന് നിക്കണേ. ഫുള്ള് ഈ സൈഡ് കംപ്ലീറ്റ് ആണ്ടേ, ഈ ലൈൻ അങ്ങനെ തന്നെ. അപ്പുറത്തോണ്ട് അങ്ങളുണ്ടല്ലോ ഭയങ്കര ആത്മാർത്ഥതയോടും ആത്മാർത്ഥനെക്കാട്ടി കൂടുതൽ സ്നേഹത്തോടു കൂടിയാണ് ചെയ്യണേ. അങ്കിളിന് എങ്ങനെ പറയാ, അങ്കിളിന് ഇതൊക്കെ കുഞ്ഞുങ്ങളാ, മക്കളാണ് ഇതൊക്കെ. എപ്പോഴും എൻ്റെ അടുത്ത് അവനുണ്ടല്ലോ ഇവനാണ് ശരിയല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുക. ഈ ഇവനെന്നൊക്കെ പറയണത് ചെടികളെയാണ്. അല്ല അങ്ങളെ കുഞ്ഞുങ്ങളല്ലേ അങ്കിളിന് ഇതൊക്കെ? ഇതൊക്കെ നമ്മളുടെ പിള്ളേരാ, പിള്ളേരാ, നമ്മളെ മക്കളാ. ആ
അല്ല അവനാണല്ലോ ഇത് വളർത്തിക്കൊണ്ടുവന്ന ആള്. ഇവിടെ തന്നെ ഉണ്ടോ എന്നാലും ഇപ്പൊ പറിക്കാലാന്ന് വിചാരിച്ചു. നമ്മളെല്ലാരും ഉണ്ടല്ലോ. അത് എടുത്തിട്ട് വരാൻ சொல்லல. ഇങ്ങ വാ. അതെ അതെ അങ്കിള് ലാസ്റ്റ് അങ്കിൾ എന്നെ എടുത്തു, ഞാൻ എടുപ്പിച്ചു. അറിഞ്ഞില്ലല്ലോ സാധനേ. ഞെട്ടുമേ പിടിച്ച് വെറുതെ എന്തെങ്കിലും കാണിച്ചാൽ ഞെട്ടുമേ പിടിച്ച് ഇങ്ങനെ വെറുതെ. ഓ ശരി ശരി, ഭയങ്കര സന്തോഷം. എന്റെ ക്ലാസ്സിൽ നീ എടുത്താ. ഓക്കെ കുണ്ട ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട്. എന്നാലും എനിക്ക് ക്ഷമയില്ല. എന്നാൽ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞേ. എനിക്ക് ക്ഷമയില്ലാണ്ട് ഞാൻ പറിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് തൂക്കി വെക്കാം. എന്താ നിങ്ങളെ 150 അല്ല, ഇങ്ങനെ നോക്കി, ഇങ്ങനെ തിരിച്ചു നോക്കി ഇങ്ങനെ 176 ഗ്രാമാണ്. ഞാൻ ഉദ്ദേശമല്ലോ പറഞ്ഞോ, 1/2 കിലോ ഉദ്ദേശമാണ് ഞാൻ പറയണേ. ഇനി അതിങ്ങനെയൊക്കെ മാറാം. 1/2 കിലോ ഉദ്ദേശം അങ്കിള് പറഞ്ഞ ചീരക്കെട്ട് 74 ഗ്രാം. 474 74 72 ആ 74 ഉള്ളു. അതേ ഉള്ളു 74. ഒരെണ്ണോട് വെച്ചാൽ കൂടും. 1/2 കിലോ കൂടും. 1/2 കിലോ കൂടും. 600 500. ഒരു കുഞ്ഞ് വേണ്ട, മതി. ഇത് 30 രൂപ. ഇത് 30 രൂപ. എങ്ങനെ ഉണ്ടായി എന്റെ കണക്കൂട്ടില്? 10. എന്താ അങ്കിള് ടാസ്ക് എന്ന ഒരു കെട്ട് 500 ഗ്രാം ഉണ്ടാവുന്നത് നോക്കാട്ടാ. ഏ 24 ഗ്രാം കുറയുമല്ലോ ഞാൻ തന്നത്. ഇല്ല 512. പിന്നെ ഇപ്പൊ ഒരെണ്ണം വെച്ചതല്ലേ. എന്തിനാ എന്നെ പറ്റിക്കണേ? ഞാൻ ആരെ പറ്റിക്കണം? നമുക്ക് പറ്റിക്കാതെ ജീവിക്കാം. നമുക്ക് പറ്റിക്കാണ്ട് ജീവിക്കാം. വെച്ചോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാർവെസ്റ്റ് വളരെ ഭംഗിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയാ, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇനി ബാക്കി നിൽക്കുന്ന ചീരയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ എടുക്കും കേട്ടോ. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ കുക്കുംബർ ഹാർവെസ്റ്റ് വരും. പിന്നെ വേറെ പൊട്ടുവെള്ളരി, അങ്ങനെ കുറെ ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ പിന്നെ അതിനുശേഷം നമ്മുടെ മീനിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അത് വരും. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ അതിന്റെ ഗ്രോത്ത് തൊട്ട്, അതായത് നടുന്നത് തൊട്ട് അതിന്റെ ഹാർവെസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങളും എൻ്റെ കൂടെ ഒന്നിച്ച് സന്തോഷിച്ചോളൂ. നിങ്ങളുടെ പ്രേയേഴ്സും നിങ്ങളുടെ ബ്ലെസ്സിങ്സും കൂടിയാണ് ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, എല്ലാം നമുക്ക് മക്കൾ തന്നെ. 11, 12, 13, 14, 15, 28, 29. അവിടെ രണ്ടുണ്ട്. പൂവുള്ളത് 29. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.